ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അന്ന് കതിർ മണ്ഡപത്തിലേക്ക് കയറി വന്നത് താനാ. അതും സത്യമല്ലേ? നീ എന്നെ സ്നേഹിച്ചവളല്ലേ? നീ നോക്ക്, നീ എന്റെ ഭാര്യയല്ലേ? എന്തായി കാണിക്കുന്നേ? വണ്ടി നിർത്ത്, എനിക്ക് ഇറങ്ങണം. ഇല്ല രാധിക, ഇനി എത്ര ബഹളം വെച്ചാലും ഞാൻ വണ്ടി നിർത്തില്ല. ഇന്ന് എനിക്കൊരു തീരുമാനം അറിഞ്ഞേ പറ്റൂ. എന്ത് തീരുമാനം? നിനക്ക് എന്താ അറിയണ്ടേ? വരുൺ, വണ്ടി നിർത്ത്, ഇല്ലെങ്കിൽ ഞാനടുത്ത് ചാടും. തനിക്ക് അതിനൊന്നും പറ്റില്ല. ഞാൻ എവിടെ പോകുന്നു അവിടം വരെ താൻ എന്റെ കൂടെ വന്നേ പറ്റൂ. നിർത്താനല്ലേ പറഞ്ഞത്? എന്നോട് എന്ത് കാണിക്കുന്ന കരുതിയിരിക്കുന്നേ? അതെ, എനിക്ക് അവകാശം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാ തന്നെ ഞാൻ കൊണ്ടുപോകുന്നേ. മിണ്ടായിരിക്കും അവിടെ. അവര് കാണുന്നില്ലല്ലോ ഏട്ടത്തി. നീ സമാധാനിക്ക്. ഇതുവഴി തന്നെ അവര് പോയിരിക്കുന്നത്. ഉറപ്പായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങോട്ടാ അവര് പോകുന്നേ? എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പ്രിയങ്കെ, നീ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോ. ഇത്രയും കാലത്ത് നിന്റെ സംശയത്തിന് വ്യക്തമായൊരു മറുപടിയാണ് ഇന്ന് കിട്ടാൻ പോകുന്നത്. നീ കരുതിയിരുന്നു. യാത്ര കൊണ്ടുണ്ടാവുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയായിരിക്കും? ചിലപ്പോ ഇനി ഒരിക്കലും നമ്മൾ കണ്ടില്ലെന്ന് വരെ വരും. അതെ, ഈ യാത്ര കൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ യാത്ര കൊണ്ട് കുഴപ്പമുണ്ടാവുന്നതേ മറ്റു ചിലർക്കാ, നമ്മളെ പിരിക്കാൻ പോകുന്നവർക്ക്. ഒരു കാര്യം ചെയ്യാവോ? എവിടെയെങ്കിലും ഈ കാർ ഇടിച്ചു കയറ്റി എന്നൊന്ന് കൊല്ലാമോ? ഇതിനേക്കാൾ നല്ലതാ. ചെയ്യാം. ഒന്നിച്ച് ചാവണമെങ്കിൽ ഞാൻ അതിനും തയ്യാറാ. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് തന്നെ കൊണ്ട് പറയിപ്പിക്കാനുണ്ട്. അത് ഞാൻ എന്തായാലും പറയിപ്പിച്ചിരിക്കും. അതാ വരണ്ട വണ്ടി. ഞാൻ പറഞ്ഞില്ലേ പ്രിയങ്കെ, നമ്മള് കണ്ടുപിടിക്കുമെന്ന്. എടുത്തി, ആ വണ്ടിയുടെ മുന്നിലേക്ക് ചെന്ന് അവരൊന്ന് തടഞ്ഞു നിർത്തിയേ. ഏയ്, അത് വേണ്ട. നമുക്ക് അവരുടെ പുറകെ പോയാ മതി. അവര് തമ്മിൽ സംസാരിക്കുന്നത് നിനക്ക് കേക്കണ്ടേ? അവര് തമ്മിൽ എന്താ ബന്ധമെന്ന് നിനക്ക് തിരിച്ചറിയണ്ടേ? ഇത് നമുക്ക് അതിന് പറ്റിയ അവസരം. വരുൺ, എന്താ ഇത്? വരാൻ, എന്റെ കൂടെ വരാൻ. ഇല്ല, വായിങ്ങോട്ട്. വരുൺ, വിട്. വരുൺ, പ്രിയങ്ക, അവരിതിനകത്തുണ്ട്. നീ ഇതുവഴി കയറിക്കോ. ഞാൻ പിന്നമ്പറത്തുകൂടി വരാം. അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ചെല്ല്. വരാൻ. രാധിക, ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ നടയാ. താൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ നട. ഇവിടെ വെച്ച് താൻ എന്നോട് സത്യം പറയണം. താൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ?
പറയരാധികെ, ദേ ഭഗവാന്റെ മുമ്പിൽ താൻ കള്ളം പറയില്ല. എടോ, ഞാനും പ്രിയങ്കയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പ്രിയങ്കയെ പെണ്ണന്വേഷിച്ച് തന്റെ വീട്ടിലേക്ക് വന്നത് എന്റെ വീട്ടുകാർക്ക് പറ്റിയൊരു തെറ്റ് മാത്രമാണ്, അല്ലേ? അതിനു മുമ്പ് പല സ്ഥലത്ത് വെച്ചും പല തവണയും നമ്മൾ കണ്ടിട്ടുണ്ട്. പരസ്പരം ഇഷ്ടം പങ്കുവച്ചിട്ടുണ്ട്. സത്യമല്ലേ? ആള് മാറിയാണ് എന്റെ കുടുംബം കല്യാണം ഉറപ്പിച്ചതെന്ന് എനിക്ക് അവസാന നിമിഷം വരെ അറിയില്ലായിരുന്നു. പക്ഷേ എന്നിട്ടും നമ്മുടെ പ്രണയത്തിന് സത്യമുണ്ടത് എന്നതിന് തെളിവ് പോലെ അന്ന് കതിർ മണ്ഡപത്തിലേക്ക് കയറി വന്നത് താനാ. അതും സത്യമല്ലേ? നീ എന്നെ സ്നേഹിച്ചവളല്ലേ? നീ നോക്ക്, നീ എന്റെ ഭാര്യയല്ലേ? കുടുംബത്തോടുള്ള കടപ്പാടിന്റെ പേരില് പ്രിയങ്കയും എന്നെ ഒന്നിച്ചു ചേർക്കാൻ താൻ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് തനിക്ക് എന്നോട് പ്രണയമില്ലേ? പറയ് രാധിക. എന്നിങ്ങനെ പരീക്ഷിക്കരുത്. എന്നെ പോവാൻ സമ്മതിക്കണം. ഇല്ല, എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. ഒന്നുകിൽ ഇന്നത്തോടെ എല്ലാം അവസാനിക്കണം.